നമസ്കാരം. ഒരു വശത്ത് വിവാദങ്ങൾ കത്തിപ്പടരുമ്പോഴും ബോക്സ് ഓഫീസിൽ കുതിപ്പ് തുടരുകയാണ് മോഹൻലാലിന്റെ എമ്പുരാൻ. ലൂസിഫർ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന്റെ രണ്ടാം ഭാഗം എമ്പുരാൻ എന്ന സിനിമയിലേക്ക് മലയാളികളെ ഒന്നടങ്കം ആകർഷിച്ച ഘടകം. കാത്തിരിപ്പുകൾക്കൊടുവിൽ പൃഥ്വിരാജ് മോഹൻലാൽ കോംബോയിലെത്തിയ ചിത്രം മാർച്ച് 27-നാണ് തിയേറ്ററിലെത്തിയത്. റിലീസ് ചെയ്ത് 3 ദിവസം കൊണ്ട് ഇന്ത്യക്ക് പുറത്തുനിന്നും $1 കോടി, ഏകദേശം 85 കോടി ഇന്ത്യൻ രൂപയാണ് ചിത്രം നേടിയത്. 48 മണിക്കൂറിനകമാണ് എമ്പുരാൻ 100 കോടി ക്ലബിൽ ഇടം പിടിച്ചത്. ആദ്യദിന കളക്ഷനിലും വമ്പൻ റെക്കോർഡ് എമ്പുരാൻ സ്വന്തമാക്കി. നേരത്തെ അഡ്വാൻസ് സെയിൽസിലും എമ്പുരാൻ ചരിത്രം സൃഷ്ടിച്ചു. 58 കോടി രൂപയിലേറെയാണ് അഡ്വാൻസ് ടിക്കറ്റ് സെയിൽസിലൂടെ ചിത്രം നേടിയത്. മാർച്ച് 27-നാണ് ആഗോള റിലീസായി എമ്പുരാൻ എത്തിയത്. ശ്രീ ഗോകുലം മൂവീസ്, ആശീർവാദ് സിനിമാസ്, ലൈക്ക പ്രൊഡക്ഷൻസ് എന്നിവയുടെ ബാനറിൽ ഗോകുലം ഗോപാലൻ, ആന്റണി പെരുമ്പാവൂർ, സുഭാസ്കരൻ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത്. മുരളി ഗോപി രചിച്ച ഈ ചിത്രം മലയാള സിനിമയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഐമാക്സ് റിലീസായി എത്തുന്ന ചിത്രം കൂടിയായിരുന്നു. ആദ്യ ദിനം മുതൽ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർത്തെറിഞ്ഞ ചിത്രം പക്ഷേ വിവാദ ചുഴിയിൽപ്പെട്ടു. പിന്നാലെ എമ്പുരാന് റീ എഡിറ്റിംഗും നിർദ്ദേശിക്കപ്പെട്ടു. പുതിയ പതിപ്പ് തിയേറ്ററുകളിൽ നാളെ തന്നെ എത്തുമെന്നാണ് വിവരം. ഈ അവസരത്തിൽ എമ്പുരാന്റെ പുതിയ റെക്കോർഡ് അറിയിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് മോഹൻലാൽ. 2025-ലെ ഏറ്റവും വലിയ ഇന്ത്യൻ ഓപ്പണറായി എമ്പുരാൻ മാറിയെന്ന വിവരമാണ് മോഹൻലാൽ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം പുതിയ പോസ്റ്ററും പുറത്തിറക്കി. ഈ വർഷം അയാളുടെ മാത്രം എന്ന ക്യാപ്ഷനും പോസ്റ്ററിനൊപ്പം കുറിച്ചു. സംവിധായകൻ പൃഥ്വിരാജും ഇതേ പോസ്റ്റർ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചു. പിന്നാലെ ആശംസകളുമായി ആരാധകരും രംഗത്തെത്തി. അതേസമയം എമ്പുരാന്റെ റീ എഡിറ്റഡ് പതിപ്പ് വൈകുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഉള്ളടക്കത്തെക്കുറിച്ച് ഉയർന്ന രാഷ്ട്രീയ വിവാദത്തിൽ റീ എഡിറ്റിംഗിന് വിധേയമായ എമ്പുരാൻ സിനിമയുടെ പുതിയ പതിപ്പ് ഇന്ന് തിയേറ്ററിൽ എത്തുമെന്നാണ് വിചാരിച്ചിരുന്നത്. എന്നാൽ തിയേറ്ററുകളിൽ ഇന്ന് എത്തിയില്ല. റീസെൻസർ ചെയ്യപ്പെട്ട പതിപ്പ് ഇന്ന് വൈകുന്നേരത്തോടെ പ്രദർശനം ആരംഭിക്കുമെന്നാണ് കരുതപ്പെട്ടിരുന്നത്. എന്നാൽ അത് ഉണ്ടായില്ല. റീ എഡിറ്റിംഗ് പൂർത്തിയാക്കി തിയേറ്റർ പ്രദർശനത്തിനെത്തിക്കാനുള്ള സാങ്കേതിക നടപടികൾക്ക് സമയമെടുക്കും. പ്രധാന വില്ലൻ കഥാപാത്രത്തിന്റെ പേരടക്കം മാറ്റിയുള്ള പുതിയ പതിപ്പ് നാളെയോടെ തിയേറ്ററിൽ പ്രദർശനത്തിന് എത്തും. റീസെൻസറിംഗ് 3 മിനിറ്റ് രംഗങ്ങളാണ് വെട്ടിമാറ്റിയത്. പ്രതിനായക കഥാപാത്രങ്ങളൊരാൾ ഗർഭിണിയെ ബലാത്സംഗം ചെയ്യുന്ന രംഗമടക്കമാണ് മാറ്റുന്നത്. ഒപ്പം ചിത്രത്തിലെ പ്രതിനായകന്റെ ബജ്രംഗി എന്ന പേരും മാറ്റും. റീ എഡിറ്റ് ചെയ്ത പതിപ്പ് ഉടൻ തിയേറ്ററിലെത്തിക്കണമെന്ന കേന്ദ്ര സെൻസർ ബോർഡിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു അടിയന്തര നടപടി. അവധി ദിവസമായിട്ടും ഇന്നലെ സെൻസർ ബോർഡ് പ്രത്യേക യോഗം ചേർന്നാണ് തീരുമാനമെടുത്തത്. 17 സീനുകളിൽ മാറ്റം വരുന്നതോടൊപ്പം വില്ലൻ കഥാപാത്രത്തിന്റെ പേരും മാറ്റും. സിനിമയിലെ വിവാദങ്ങളിൽ മോഹൻലാൽ ഖേദം പ്രകടിപ്പിക്കുകയും പൃഥ്വിരാജ് മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. തന്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് തന്റെ കടമയാണെന്നും പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചു. ഉത്തരവാദിത്തം എല്ലാവരും ഏറ്റെടുത്താണ് ചില രംഗങ്ങൾ നീക്കം ചെയ്യാൻ ഒരുമിച്ച് തീരുമാനിച്ചതെന്നും അദ്ദേഹം അറിയിച്ചു. കഥയൊരുക്കിയ മുരളി ഗോപി വിവാദങ്ങൾ ഇതുവരെ പ്രതികരിച്ചില്ല. ഖേദം പ്രകടിപ്പിച്ചുള്ള മോഹൻലാലിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് പൃഥ്വിരാജും ആന്റണി പെരുമ്പാവൂരും പങ്കുവച്ചെങ്കിലും ഇതുവരെ മുരളി ഗോപി ഇതിന് തയ്യാറായില്ല. സിനിമ വിവാദമായതിനെക്കുറിച്ചോ മോഹൻലാലിന്റെ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചോ പങ്കുവച്ച കുറിപ്പിനെക്കുറിച്ചോ തൽക്കാലം പ്രതികരിക്കാനുള്ള നിലപാടിലാണ് മുരളി ഗോപി.